ഇതല്ലേ ജെ.കെ പറഞ്ഞവന്റെ കുട്ടിക്കാലം. എന്നാലും ഇതെങ്ങനെ? ഇത് വായിച്ചിട്ട് ഇനി എന്നോട് കള്ളം പറഞ്ഞതാണോ അവൻ? എടി ശിവ, എനിക്കൊരു ഡൗട്ട്. നമ്മുടെ കോമിക് ബുക്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിൽ സംഭവിക്കോ? അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് എന്തുകൊണ്ടങ്ങനെ? നീ രാവിലത്തെ മരുന്ന് കഴിച്ച? ഓ, ഇവളെയും കൊണ്ട് ഞാൻ സീരിയസ്ലി ചോദിച്ചത് നടക്കുവോ? അങ്ങനെ നടക്കുവായിരുന്നെങ്കിൽ നന്നായേനെ. അല്ലെങ്കിൽ നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, എഴുതിയോട് ചോദിക്കണം. നിന്റെ അച്ഛനോട് പോയി ചോദിച്ചാൽ മതി അത്. എൻ്റെ അച്ഛനെ പറഞ്ഞു കണ്ടില്ലോ. എൻ്റെ പൊന്നോ, നീ ആ ബുക്കിൻ്റെ ബാക്ക് വശം എടുത്ത് നോക്കിയേ. അപ്പോൾ അതിൽ ഒരാളുടെ പേര് കാണും. ആ ആളുടെ പേരാണ് വർമ്മരാജ്. അത് തന്നെയല്ലേ ഞാൻ നിന്നോടും പറഞ്ഞത്. ശിവ, ഇതിൻ്റെ ബാക്കി എവിടെയാണെന്ന് എനിക്കറിയോ? പാർട്ട് 2 അതിവിടെ ഇല്ല. അതാരോ വായിക്കാൻ കൊണ്ടുപോയെന്നാ പറഞ്ഞത്. ചേട്ടാ ബിസിയാണോ? അതേലോ, ഞാൻ അല്പം ബിസിയാലോ. എന്തെങ്കിലും പറയണ്ടോ? പറഞ്ഞോ എന്നാ. അത് അച്ഛൻ പണ്ടൊരു കോമിക് ബുക്ക് എഴുതിയില്ലായിരുന്നോ? ആ ബുക്ക് ഇപ്പോഴും ഇവിടെ ഉണ്ടോ ചേട്ടാ? അതച്ഛൻ്റെ പഴയ റൂമിലെ ആ റൂമിലുണ്ട്. ശരി ചേട്ടാ. എന്താണാവോ അവിടെ ഒരു ഒച്ചയും ബഹളവും ഒക്കെ. അമ്മയോട് ആരാണ് കത്തിക്കാൻ പറഞ്ഞേ? അതാർക്കും വേണ്ടെന്ന് വെച്ച് ഞാനങ്ങ് കത്തിച്ച്. വെരി നൈസ്. അമ്മ എന്നാലത് കത്തിക്കരുതായിരുന്നു. അതെ, ആന്റി അത് കത്തിക്കരുതായിരുന്നു. ഹസ്ബൻഡിന്റെ ആദ്യത്തെ കോമിക് ബുക്ക് അല്ലായിരുന്നു അത്. ഇനി ഒരു ഒറ്റ എണ്ണോട് മിണ്ടി പോവരുത്. ഞാനൊന്നും മിണ്ടുന്നില്ലേ? വാസു, അച്ഛൻ വരുമ്പോ അതിന്റെ കഥ നമുക്ക് ചോദിക്കാം. അമ്മ മുത്താണ്. ഇന്നലെ നടന്നത് പറഞ്ഞായിരുന്നെങ്കിൽ അവൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നേനെ. ഓ, ഈ പെണ്ണ്. ഒന്നങ്ങോട്ട് നീങ്ങി കിടക്കാവോ ആവോ? ഇല്ല, ഞാൻ നീങ്ങി കിടക്കൂല. ജെ.കെ, കൺട്രോൾ. വേറെ വഴിയില്ല, ഞാൻ തന്നെ നീക്കി കിടത്താം. ഞാൻ കാത്തിരിക്കുന്ന ആള് അവളായിരുന്നെങ്കിൽ. ഇതെന്നെ അങ്ങോട്ട് വരാത്തേ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. എല്ലാവർക്കും ഇതെന്താണാവോ പറ്റിയത്? അച്ഛൻ പണ്ടൊരു കോമിക് എഴുതിയില്ലായിരുന്നോ? ഹലോ, അതിപ്പോ ചോദിക്കാനുള്ള കാരണം ഞങ്ങൾക്ക് അതിന്റെ കഥയൊന്ന് കേട്ടാ കൊള്ളാന്നുണ്ടങ്ങളെ. ഇന്നെന്തായാലും പറ്റില്ല, ഞാൻ ഭയങ്കര ടയേർഡാ, എനിക്കൊന്ന് ഉറങ്ങണം. ഒന്ന് പറ മനീഷ, പിള്ളേര് ചോദിക്കുന്ന കേട്ടില്ല. അവർ ഇത്ര നേരം വെയിറ്റിംഗ് ആയിരുന്നു. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, ഞാൻ പറയാം. ആ കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ 2 കുട്ടികളെയായിരുന്നു കാണിച്ചത്. അതിലൊന്ന് ഗേളും ഒന്ന് ബോയും ആയിരുന്നു. ആ ഗേളിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ആരെങ്കിലും അവളുടെ ഫ്രണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അവള് ഗിഫ്റ്റ് കൊടുക്കും. എന്റെ അതേ സ്വഭാവം. പാർട്ട് 2 പറഞ്ഞാൽ മതി. അതായത് പ്രോമിസ് കൊടുത്തതിന് ശേഷം എന്തോ ഉണ്ടായെന്ന്. അതിനുശേഷം അവര് കോളേജിൽ വെച്ച് കണ്ടുമുട്ടുക. അപ്പൊ ആ കഥയുടെ എൻഡിങ്ങോ? ആ സ്റ്റോറിയുടെ ക്ലൈമാക്സ് ഞാൻ പ്രേക്ഷകർക്ക് അങ്ങ് വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ മനുഷ്യർ അങ്ങനെയാ, ഒരു കാര്യം നേരെ ചുവ ചെയ്യില്ല. അത് ശരിയാ. അതൊരു റിയൽ ആയിട്ട് നടന്ന സ്റ്റോറി ആയോണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ അത് ആയിരിക്കാൻ അച്ഛൻ അറിയോ? അറിയാലോ, നീ തന്നെയായിരുന്നു അത്. നിന്നെ കണ്ട ഞാൻ ആ കഥ എഴുതാൻ തുടങ്ങിയത് തന്നെ. എന്നെ കണ്ട്? അതേന്നേ, നമ്മൾ പഴയ വീട്ടിലായിരുന്നു അന്ന്. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നീ നിന്റെ കൂട്ടുകാരന് ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു സ്റ്റോറി ഉണ്ടാക്കാൻ തോന്നി. അതാണ് ഹാഡ് ലവ്. അപ്പൊ ഇവിടെ എന്ത് ഗിഫ്റ്റാ കൊടുത്തേ ഞങ്ങളെ? അത് രോഹന്റെ വലിയ തൊപ്പി. ആ കൂട്ടുകാരന്റെ പേരെന്താണെന്ന് വെച്ചാ? നിനക്ക് ഓർമ്മയില്ലേ? ജോൺ കെവിൻ. അപ്പൊ ഇത്രയും നാളും ആ വെയിറ്റ് ചെയ്തത് എന്നെ തന്നെ ആയിരുന്നല്ലേ? എന്നാലും അച്ഛൻ ആ കണ്ടുമുട്ടൽ എഴുതിയ പോലെ തന്നെയാണ് സംഭവിച്ചത്. അതെങ്ങനെയായിരിക്കും? ശിവയുടെ മെസ്സേജാലോ? എടി വാസു, നീ അന്വേഷിക്കാൻ പറഞ്ഞില്ലാന്നോ ഹാഡ് ലവ് പാർട്ട് എയും പാർട്ട് ബിയും ഒരുമിച്ചുള്ള ബുക്ക് ഉണ്ടാവുന്നു? അതുണ്ടായിരുന്നടി, പക്ഷെ അതും ആരോ കൊണ്ടുപോയെന്നാ പറഞ്ഞത്. ശരി, എന്തായാലും അവൻ്റെ പെണ്ണ് ഞാനാന്ന് അവനെ അറിയിക്കണം. എനിക്ക് ആ ബുക്കൊന്ന് വായിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ബട്ട് അതാരോ കൊണ്ടുപോയി. എന്നാലും അതാരായിരിക്കും?
ഹലോ, എക്സ്ക്യൂസ് മീ, വർണ്ണന മേഡം. എന്താ? അല്ല, എനിക്കൊരു ഗിഫ്റ്റ് തരാനുണ്ടായിരുന്നേ, അതാ. എന്ത് ഗിഫ്റ്റ്? ദേ, ഈ മാല ഓർമ്മയുണ്ടോ? അയ്യോ, ഇതെന്റെ മാലയാ. അച്ചോടാ പാവം കൊച്ച്. തനിക്കിതാണ് നീട്ടി. അത് നിന്നെ എടുത്ത് കിടത്തിയപ്പോ ബട്ടണിൽ കുടുങ്ങി. പിന്നെ വർണ്ണന മേഡം, ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മളാട്ടോ സോങ് പാടുന്നേ. നീ പറഞ്ഞോടി അവനോട്? ഇല്ല, പ്രോഗ്രാം കഴിഞ്ഞിട്ട് പറയാം. എടി, നിന്റെ പേര് വിളിച്ച് വേഗം ചെല്ല്. ആ, പോടി. அது குற்றம் என்று சொல் ഓ, ഈ അങ്കിളിനെയും കൊണ്ട് ഞാൻ തോറ്റു. എന്തിനാണോ അപ്പോൾ പെട്ടെന്ന് ചെന്നിട്ട്. പോയല്ലോ. സാരമില്ലടി, നാളെ പറയാം. ആ, നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? അതെ, ഇവിടെ നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണല്ലോ നീ കണ്ടത്. എനിക്കറിയായിരുന്നു നീ ഇങ്ങനെ എന്തെങ്കിലും പറയുമെന്ന്. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെയും ജെക്കയുടെ എൻഗേജ്മെൻറ്റ് അധികം വൈകാതെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ നാളെ തന്നെ ആയിരിക്കും അത്. ആ, ഉണ്ടാകും. എൻ്റെ സ്വപ്നത്തിലായിരിക്കും. ജെക്കത് നേരത്തെ പോയില്ലേ? അതെന്താണെന്നറിയോ? അവൻ്റെ അങ്കിള് വിളിച്ചിട്ടാ. ഇപ്പോൾ വിശ്വാസമായി കാണുമല്ലോ. എന്താ ദൈവമേ, എനിക്ക് മാത്രം ഇങ്ങനെ. എടാ, വാസുവിനെ കണ്ടായിരുന്നോ? ഞാൻ അവളെ തപ്പാത്ത സ്ഥലമില്ല, നിനക്കറിയോ? എന്ത്, നീ അലമാരി നോക്കിയോ? ഓ നോ, ഞാനത് മറന്നു. സമാധാനമില്ലെന്ന് മനസ്സിലായി. കാരണം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചേട്ടാ, ജെക്കയുടെ എൻഗേജ്മെന്റ് ആണ്. ഏത് ജെക്കെ? അന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ? നീ അതിന് പേരൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അല്ല, അപ്പൊ നിന്റെ കൂട്ടുകാരൻ ജോൺ കെവിൻ? അതവൻ തന്നെ ഓടിച്ച. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? കൈയെത്താൻ ദൂരത്ത് അവനുണ്ടായിട്ട് എനിക്ക് അവനെ. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കരയുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് കരയുന്നു. അപ്പൊ അതിന് സമ്മതിക്കില്ല രണ്ടും കൂടി. അല്ല, എല്ലാവരുടെയും കരച്ചിലൊക്കെ കഴിഞ്ഞോ? അത് പിന്നെ ഇവക്കൊരു കമ്പനിക്ക് വേണ്ടി കരഞ്ഞെന്നേ ഉള്ളൂ. എന്തോ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലല്ലോ, അത് മുടക്കാൻ ഞാൻ പറഞ്ഞു തന്നോ? ഓ, എന്ത്? ഞാനിപ്പോ എന്താ കേട്ടെ? സീരിയസ് ആയിട്ടും? എന്നാ ഡബിൾ ഓക്കെ. ഓക്കെ. ആരാത്? ഹോബി, ഇപ്പൊ എന്താണ് അങ്ങോട്ട് പോയത്? നമ്മുടെ അനിയത്തി വാസു അല്ലാതെ ഒരു വേഗം ഇൻഡോടെ അടുത്തേക്ക് പോകും. എന്നെ കൊച്ചു ഒന്നാമത് വിഷമത്തില്ല. എന്താ ഇവിടെ? വർണ്ണന, ഐ ലവ് യു സോ മച്ച്. തനിക്കിപ്പോ ടെൻഷൻ മാറിയില്ലോ?
എൻഗേജ്മെൻറ്റ് അത് ഞാൻ ക്യാൻസൽ ചെയ്തു. ബിക്കോസ് അവളെ എൻ്റെ പെണ്ണ്, ഞാൻ കാത്തിരുന്ന എൻ്റെ പെണ്ണ്. ഞാൻ ഈ കാര്യം പറയാൻ വന്നതാ, നീ നേരത്തെ പോയി, അതുകൊണ്ട് പറയാൻ പറ്റിയില്ല. ചേക്ക് ഞാൻ പോവാ, നാളെ കാണാം. മിസ്റ്റർ ചേക്ക് 9:30 വരട്ടെ. എൻ്റെ വീടിന്റെ ജനലം നോക്കിയേ. അവിടെ എന്താ? എന്നാ ഞാനങ്ങോട്ട്. ഓ ഈ സമയത്ത് ഇത് ആരാ? എടാ ഓബിയൊന്ന് എണീറ്റേ, ഓ പോയി നോക്കാം. ഞാൻ വരുന്നില്ല, നീ പോയി തുറക്ക്. എടോ ഒന്ന് വാട കൂടെ. ഇപ്പഴും പേടിയാലേ? അങ്ങനെ ചോദിച്ചാൽ ചെറുതായിട്ടേ ഉള്ളൂ. നീ പോയി വാതിൽ കൊടുക്ക, ഞാൻ പിന്നാലെ ഉണ്ട്, നീ പേടിക്കണ്ട. ആ ബെസ്റ്റ്, എനിക്കാണ് പേടി. എന്തായാലും വാ തുറന്നു നോക്കാം. ഇവനിപ്പോ എന്തിനാ ഓടിയത്? അവന്റെ കൈ നെറ്റിയല്ലേ പാത്രം പറഞ്ഞാടിയത്? നീയാ? അല്ലടാ, നിന്റെ കെട്ടിയോള്. ശിവാനി, അത് ഈ നേരത്ത് ഇവിടെ? നീ എന്താണ് ഈ സമയത്ത് ഇവിടെ? എനിക്ക് ഈ സമയത്ത് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി, ഞാൻ വന്നു. ശിവ പറ, എന്താ? വീട്ടിൽ ആരുമില്ല, അപ്പൊ ഞാൻ ഇവിടെ വന്ന് കിടക്കാന്ന് വിചാരിച്ചു. നീ വിചാരിച്ചാൽ മാത്രം മതിയോ? ഞാൻ സമ്മതിക്കണ്ടേ? എന്നാ ഞാൻ ഓബിച്ചനോടൊരു കാര്യം പറയാൻ പോവാ. എന്താ? ഇവളിത് എന്ത് ഭാവിച്ച? ഇവനുണ്ടല്ലോ, മിണ്ടാതിരിക്കാൻ. പൂവേ സിരിത്ത് പോടാ. അല്ല, നിനക്ക് ഇത് തന്നെയാണോ പരിപാടി? നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഇതെപ്പോ വന്ന്? എന്തായാലും കറക്റ്റ് ടൈമിനാ വന്നേ. അത് പിന്നെ എങ്ങനെയായിരിക്കുമല്ലോ. ശിവാനി സോറി, സ്ലിപ്പായതാ. എല്ലാരും പോയി കിടക്കും, നാളെ സംസാരിക്കാം. വർണ്ണന ആ വന്നോ? അല്ല, ശിവേനെ കണ്ടില്ലല്ലോ. അവൾ എന്നെ ലേറ്റായിട്ടാ വരാറ്. എന്നാലും ഇപ്പോൾ ഒന്ന് കാണും. 9:30 ഓ, 9:30 ആയോ? യാ, എന്നാ നമുക്ക് പിന്നെ കാണാം. ജെകെ, ലവ് യു സോ മച്ച്. ലവ് യു ടു. വീട്ടിൽ പോയിട്ട് ഇപ്പൊ വരാടിയെന്നും പറഞ്ഞ് പോയവളാ, ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇനി ക്ലാസ്സിലാണോ എന്തോ? ഞാൻ എന്തേ കാണുന്നേ? ഐ കാനോട്ട് ബിലീവ് ദിസ്. എന്നാലും അല്ല രോഹ, നീ എവിടെയാപ്പോ? എവിടെയായാലും വീട്ടിലോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അമ്മക്കുട്ടി ഭയങ്കര ഗൗരവത്തിലാണല്ലോ. എന്താണാവോ അവിടെ ചെന്നിട്ട്?